ഞാൻ ഏറ്റവും കൂടുതൽ കറങ്ങിയിട്ടുള്ള സ്ഥലം വാഗമണാ. വാഗമണിൽ വളരെ കുറച്ച് മലകളെ ഞങ്ങൾ കയറാത്ത ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാത്തിനും മുകളിലും. ഞാൻ 2013-14 തുടങ്ങിയതാണ് ഈ പരിപാടി, ഫൺ ഡ്രൈവ്. അന്ന് മൂവാറ്റുപുഴയിൽ എനിക്ക് കോതമംഗലത്ത് മൂവാറ്റുപുഴയിലായിട്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി. അവർ നമ്മളെ പോലെ തന്നെ ഭ്രാന്തന്മാരാണ്. അപ്പോൾ അവരെടുത്ത് ഉണ്ടാവും താറ്. ഞങ്ങൾ താറും 4x4 വണ്ടികളുള്ളവരെല്ലാവരും കൂടി ഒരു ടീമാണ്. ഉളിപ്പുണി എന്ന് പറഞ്ഞൊരു ഫേമസ് സ്പോട്ട്, നമ്മുടെ ഇയോബിന്റെ പുസ്തകം സിനിമയിൽ എന്താണ്, വിരല് മുറിക്കാൻ ആരുടെയോ അലോഷിയുടെ വിരല് മുറിക്കാൻ ആരുടെയോ വിരല് മുറിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഉളിപ്പുണി എന്ന് പറഞ്ഞ സ്ഥലം. അത് കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് ഒരു കയറ്റുണ്ട്, കുറെ പുൽമേടിന്റെ മുകളിൽ ഇവർ ഫഹദ് ഫാസിലും നടിയും കൂടി ഒരു കുതിരയെ വെച്ചിട്ടോ അങ്ങോട്ട് ഒരു പാറപ്പുറത്ത് ഒരു കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നത്. ആ സ്ഥലത്ത് വണ്ടി അങ്ങനെ പോകാറില്ല. ഇപ്പോഴത്തെ ഓഫ് റോഡേഴ്സിന്റെ അവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സിന്റെ ഫേമസ് സ്പോട്ടാണത്. ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണത് ഈ മൂവാറ്റുപുഴ ടീമാണ്. ആ മൂവാറ്റുപുഴ ടീമിൽ അന്ന് ഞാനും ഉണ്ട്. അവർ ആദ്യം 1-2 തവണ അവിടെ റെക്ക അടിച്ചിട്ടുണ്ട്. അവരൊരു കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം കയറ്റിയിട്ടുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ട് ഷെഫിൻ എന്ന് പറഞ്ഞ ആളാണ്. അത് അത്രക്ക് ഭ്രാന്താ. അത് കയറാന്ന് പറഞ്ഞാൽ അത്ര ചലഞ്ചിങ് ആണ്. പോണ വഴിക്ക് എങ്ങാനും ഒന്ന് സ്കിഡ് ആയി കഴിഞ്ഞാൽ വണ്ടി തല കുത്തിയ താഴേക്ക് വരാം. അവിടെ ഒരു ആക്സിഡന്റ് നടന്നു അവസാനം. കാരണം ഞങ്ങളാണ് ആ വഴി വെട്ടി ഉണ്ടാക്കിയത്. ഞങ്ങൾ അത്ര സൈക്കായിട്ട് ഓരോരുത്തരെ വണ്ടിയിൽ ഉണ്ടാവുള്ളൂ. വണ്ടിയുടെ പവറും സ്കില്ലും വെച്ച് മാത്രം കയറാൻ പറ്റുന്ന വഴിയാണ്. ഞങ്ങൾ ആ വഴി വെട്ടി. അതിൽ പിന്നീട് അവിടുത്തെ ലോക്കൽ ജീപ്പ് ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരെ ഓഫ് റോഡ് ജീപ്പിൽ ട്രെയിൽ കൊണ്ടുപോകുന്ന പരിപാടി വാഗമണിലുണ്ട്. അങ്ങനെ ഒരു ടീം അങ്ങനെ പോയി ആ ഇറക്കം മുകളിൽ താഴത്തേക്ക് ഇറക്കി. മഴക്കാലത്ത് വണ്ടി സ്കിഡായി മറിഞ്ഞു വന്ന ഒരു സ്ത്രീ ഒരു കുട്ടിയും മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് ബാൻ ചെയ്തായിരുന്നു. അത് വാഗമണിലെ ഒട്ടുമിക്ക മലകളും ഇങ്ങനെ കയറ്റാൻ പറ്റുമെങ്കിൽ അതൊക്കെ കയറ്റി നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും മല കയറി അത് പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? ഏറ്റവും ആദ്യം പറ്റാണ്ട് തിരിച്ചു വന്ന സാധനമൊക്കെ പിന്നെ ഞങ്ങൾ പോയി അടിക്കും. അല്ല, ചിലപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോഴും. കാരണം എന്റെ വൈഫിന്റെ അനിയത്തി വാഗമണിൽ DC കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവളെ കൊണ്ടുവിടാൻ പോവാന്നുള്ള പേരിൽ ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും, ഏതെങ്കിലും മലയുടെ മുകളിൽ കയറാൻ പോകും. അപ്പോൾ ഒരു തവണ ഫാമിലി, അവളും എന്റെ വൈഫും അവളുടെ അനിയത്തിയും അവളുടെ ഉമ്മ എല്ലാവരും ഉള്ള സമയത്ത് ഞാൻ എൻ്റെ അന്നത്തെ എൻ്റെ അടുത്തൊരു മിത്സുബിഷിയുടെ മൊട്ടേറോ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു മലയുടെ മുകളിൽ കയറാൻ പോയി. അപ്പൊ ഇവരെല്ലാവരും ഒച്ചെടുക്കാൻ തുടങ്ങി. അപ്പൊ ആ മല ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ത്രില്ലിങ് ഒരു സാധനമായിരുന്നു. അതിന്റെ ഒരു പകുതി വരെ കയറി വണ്ടി സ്ലിപ്പാവാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് പേടിയായി. വീലിങ്ങനെ സ്ലിപ്പായി കളിക്കുമല്ലോ. ശരിക്കും ആ വണ്ടി കയറുമായിരുന്നു. അന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് ത്രോട്ടിൽ കൊടുത്തിരുന്നേ കയറുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടി ഇരുത്താൻ എനിക്കൊരു മടി. പിന്നെ അതിന്റെ അടുത്ത ആഴ്ച തന്നെ പോയി ജീപ്പ് എടുത്തിട്ട് കയറി. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും പറയാ? ഭയങ്കര കേപ്പബിൾ വണ്ടികളാണ് ഇപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം. ഇപ്പൊ ഡ്രൈവർക്ക് ഒരുപാട് സ്കില്ലൊന്നും വേണ്ട. ഇപ്പൊ ജിമ്നിയും താറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബേസിക് റോഡിൽ ഓടിക്കുന്ന ഒരാൾക്കും അതുകൊണ്ട് ഓഫ് റോഡ് പോവാം. അത്ര കേപ്പബിളാ. ഇലക്ട്രോണിക്സ് അത്രയുണ്ട് ഈ വണ്ടികളിലൊക്കെ. ഈ പറഞ്ഞ ഹാരിയറും അടി തട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മോഡലുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഹാരിയർ കയറി പോകാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല മിക്കവാറും. അത്രയും കേപ്പബിളാണ്. അപ്പോൾ അഫോർഡബിൾ എന്നൊക്കെ പറയുമ്പോഴാണ്, അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് 6 ലക്ഷം രൂപ എന്റെ താറ് ഞാൻ വാങ്ങിക്കുന്ന 8 ലക്ഷം രൂപയ്ക്കാണ്. അതേ താറിന്റെ ഇന്നത്തെ വില 22 ലക്ഷം രൂപയല്ലേ. 8 ലക്ഷം രൂപയ്ക്കാണ് 2013 ഞാൻ താറ് വാങ്ങിച്ചത്. അത് വേർഷൻ മാറി, ഫീച്ചേഴ്സ് മാറി, കാലം മാറി, പൈസയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ താറ് നല്ല കേപ്പബിൾ വണ്ടിയാണ്. 21 ലക്ഷം രൂപ കൊടുത്തിട്ട് 4x4 താറ് എടുത്താൽ താറ് എല്ലായിടത്തും കയറും. പിന്നെ താർ പെട്രോൾ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായി. റോഡിൽ ഓടിക്കാനും ഫീലാണ്. നല്ല പവർഫുൾ വണ്ടിയാണ്. പിന്നെ ഉള്ളത് ജിംനി അടിപൊളിയാ. പിന്നെ താർ റോക്സ് ഇപ്പൊ അവർ ഇറക്കി. താർ റോക്സ് ഒക്കെ പ്രോപ്പർ ഓഫ് റോഡും കൂടി മിക്സ് ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ് താർ റോക്സ്, അടിപൊളിയാണ്.